ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ മസാല ഷവായുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നതാണ് കേട്ടോ. നമ്മൾ ഹോം മെയ്ഡായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സവോള എടുത്തിട്ടുണ്ട്, ഒരു 2 സവോള, പിന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തതാണ്. പിന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ മുഴുവനും, പിന്നെ മല്ലിയില പുതിനയില, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തൈരും വിനീഗറും, പിന്നെ ഇത് അരയ്ക്കാനായിട്ട് ചെറിയ ജീരകവും വലിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ കൂട്ടും ഒരുമിച്ച് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അധികം പണിയൊന്നുമില്ല. ഇതെല്ലാം ഒരുമിച്ച് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഉമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കി, നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാനും. പിന്നെ ഈസി ആണല്ലോ. അപ്പോൾ അത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതിൻ്റെ കുരു ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കണേ. ഒരു നാരങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് നമുക്ക് എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ കൂട്ട് അരച്ചെടുക്കണേ. ഇതിപ്പോൾ ഉമ്മ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ചിക്കനൊക്കെ എടുത്ത് വെക്കുകയാണ്. ചിക്കൻ നമ്മൾ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വാങ്ങിയത്. ഒരു ഷവായുടെയൊക്കെ ഒരു കാണാൻ അങ്ങനെയൊക്കെ ഇരിക്കാനും ടേസ്റ്റും അതാണല്ലോ. അപ്പോൾ വലിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന് മസാല ഒഴിച്ച് ഒരു ഏകദേശം കുറച്ചധികം നേരം തന്നെ ഒന്നത് പുരട്ടി കൊടുക്കണേ. ചിക്കനിലോട്ട് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാവാനായിട്ട്, മസാലയൊക്കെ ഒന്ന് അതിലോട്ട് പിടിക്കാനായിട്ട് ഒരു 3 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. 3 അതിൽ കൂടുതലോ ഓവർനൈറ്റ് വെച്ചാലും പ്രശ്നമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത ചിക്കനാണ്. ഇനി ഇത് നമുക്ക് നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. കുക്കറിലിട്ട് ഇതൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ, ഒരു വിസിലടിച്ചിട്ട്. അപ്പോൾ ഇത് വലിയ പീസ് ആയതുകൊണ്ട് ഏകദേശം ഒരു 4 പീസ് അല്ലെങ്കിൽ ഒരു 5 പീസൊക്കെ നമുക്ക് ഒറ്റ സമയം തന്നെ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം ഒരു വിസിൽ മതിയാവും. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ. നമുക്ക് ആ ഗ്രേവി വെച്ചിട്ട് നമ്മളൊരു മസാല ലാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിലൊന്ന് പുരട്ടി കൊടുക്കാനായിട്ട്, അതാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റും. നല്ല ടേസ്റ്റിയാണത്. ഇനിയിപ്പോൾ ഒരു വിസിലടിച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റി വെക്കുക, സ്റ്റോക്ക് മാറ്റി വെക്കണേ. ഇനി ചിക്കൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിച്ചെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ, ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അധികം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മസാല ഗ്രേവി കേട്ടോ. അതിൻ്റെ കുറച്ച് ഷോർട്സ് ഒന്ന് വിട്ടുപോയി. അത് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ, അതും ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമില്ലേ, അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണേ. വരട്ടിയെടുക്കുക വെച്ചാൽ നല്ലപോലെ എടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഇനി നമ്മൾ ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇതിൻ്റെ കൂടെ റൈസോ ചപ്പാത്തി പൊറോട്ട ഒക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. ബൈ.